Principle of mathematical induction. ജസ്റ്റ് ഈ കാണുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പരിചയമുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ കാർഡ്സ് കൊണ്ടും ഇതുപോലെ നീളത്തിൽ മടക്കി നേരത്തെ വെച്ചിട്ട് തട്ടിയിട്ടെല്ലാം പണ്ട് കളിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലേ? ഇവിടെ ചില ബ്ലോക്സുകളാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നെന്ന് ആലോചിക്കാം. ഒന്നാമത്തെ ബ്ലോക്കിനെ ആ പുഷ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലോക്സ് അടുപ്പിച്ചാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട്, ഒരു നിശ്ചിത അകലത്തിലാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ബ്ലോക്ക് വീണാൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ബ്ലോക്സും വീഴും എന്നുള്ളത് ഉറപ്പാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആ പറഞ്ഞ കാര്യത്തിനെ ഒന്നിങ്ങനെ നോക്കാം. When the first one is pushed in the indicated direction, all the blocks will fall. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി അതിനെ ഒന്നുകൂടെ വിശകലനം ചെയ്യുകയാണ്. To be sure that all the blocks will fall, it is enough to know that എല്ലാ ബ്ലോക്സും വീണു എന്ന് ഉറപ്പാവാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി? The first block falls, ഒന്നാമത്തെ ബ്ലോക്ക് വീണിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ മതി. And if any block falls, its successor necessarily falls. അതായത് ഏതെങ്കിലും ഒരു ബ്ലോക്ക് വീണാൽ അതിൻ്റെ സക്സസർ, അതിൻ്റെ തൊട്ടടുത്തുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അത് കഴിഞ്ഞ് വരുന്ന ആണ് എന്നുള്ള അർത്ഥത്തിലാണ് സക്സസർ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. സക്സസറും വീഴും എന്ന് ഉറപ്പാണ്. ഒരു ബ്ലോക്ക് വീണാൽ അതിന് തൊട്ടടുത്തുള്ള ബ്ലോക്കും വീഴും എന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ആ ഒരു കാര്യം. അത് മാത്തമാറ്റിക്കൽ ലാംഗ്വേജിലേക്ക് നമ്മൾ മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Now, consider the following pattern. 1 equal to 1, 1 plus 3 equal to 4, 1 plus 3 plus 5 equal to 9, 1 plus 3 plus 5 plus 7 equal to 16, 1 plus 3 plus 5 plus 7 plus 9 equal to 25, 1 plus 3 plus 5 plus 7 plus 9 plus 11 equal to 36. ഇങ്ങനെ പോകുന്നു. What are your observations? നമുക്ക് ഈ പാറ്റേണിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റാം? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പാറ്റേൺ അതിൻ്റെ റൈറ്റ് സൈഡ്സിലാണ്. 1, 4, 9, 16, 25, 36 ഇങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഓർഡറിലാണ് അത് പോകുന്നത്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് ഈ കാണുന്നത്. ഇനി ഓരോ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലോ നമുക്ക് കാണാം അതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്, അല്ലേ? ആദ്യത്തെ 2 ഓഡ് നമ്പർ രണ്ടാമത്തെ ഇക്വേഷനിൽ, ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് മൂന്നാമത്തേല്, ആദ്യത്തെ 4 ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് നാലാമത്തേല്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ. ദ സം ഓഫ് ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ. The sum of first 6 odd numbers equal to 6 square. ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ, അല്ലേ? അപ്പൊ ഇതിന്റെ ജനറലൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് n സ്ക്വയർ ആയിരിക്കണം ഇതുപോലെ പോവുകയാണെങ്കിൽ, അല്ലേ? സോ ക്യാൻ വി പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈസ് n സ്ക്വയർ. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണ്. നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പറും എഴുതിയിട്ട് ഇങ്ങനെയാണെന്ന് തെളിയിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അതിന് നമുക്ക് ഇതാണ് നമ്മുടെ റിസൾട്ട്. അതായത് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് 10 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് ഓഡ് നമ്പർ, സെക്കൻഡ് ഓഡ് നമ്പർ, തേർഡ് ഓഡ് നമ്പർ, അങ്ങനെ പോകുന്നു. ദിസ് ഇസ് ദ nth ഓഡ് നമ്പർ. ഈ ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സിന്റെ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് n സ്ക്വയർ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പൊ അതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ഇത് എത്രാന്ന് വെച്ചിട്ടാ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാ? അതിനൊരു അവസാനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ മാത്സിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ടു പ്രൂവ് സച്ച് സ്റ്റേറ്റ്മെന്റ്സ്
we have a tool known as principle of mathematical induction, and this is a method to prove that a statement or theorem is true for all natural numbers. Now, ഇനി നമുക്ക് ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയണം. പ്രിൻസിപ്പിളിൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു, ബ്ലോക്സിൻ്റെ എക്സാമ്പിളിൽ. The principle of mathematical induction. Suppose there is a given statement P of n involving the natural number n such that the statement is true for n equal to 1. That is, P of 1 is true. n ന് 1 കൊടുത്താൽ സ്റ്റേറ്റ്മെന്റിന്റെ പേരെന്താവും? P of 1 ആവും. And if the statement is true for n equal to k, then the statement is also true for n equal to k plus 1. That is, the truth of pk implies the truth of p of k plus 1. So what is k? k എന്ന് പറയുന്നത് ഇതില് 1 അല്ലാത്ത ഒരു നാച്ചുറൽ നമ്പർ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. 1 മാത്രമേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്യുന്നുള്ളൂ. 1 ഫസ്റ്റ് നാച്ചുറൽ നമ്പർ മാത്രമാണ്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് അവിടുന്ന് അങ്ങോട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരുപാട് എണ്ണത്തിൽ ഒരെണ്ണമായിട്ടാണ് കെയിനെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കെ എന്ന വാല്യൂവിൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് അസ്യൂം ചെയ്താൽ കെ പ്ലസ് 1 എന്ന വാല്യൂവിൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തെളിയിക്കുക. അതായത് പി കെ ശരിയാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പി കെ ഉപയോഗിച്ചുകൊണ്ട് പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ കണ്ടന്റ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ കൺക്ലൂഡ് ദാറ്റ് പി എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എൻ. അപ്പോൾ ഇതാണ് നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ബേസിക് സ്റ്റെപ്പ്, ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ദ ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ, അതായത് പി ഓഫ് 1 ഈസ് 2 എന്ന് തെളിയിക്കുന്ന ഈ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ബേസിക് സ്റ്റെപ്പ്. ആൻഡ് ദ സെക്കൻഡിന്റെ പ്രത്യേകത എന്താണ്? By assuming that P of k is true, we are proving that P of k plus 1 is true. ആ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുമ്പോൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ആ ആൻസറിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിന് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത്, നെയിം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആസ് പി എൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ലെറ്റ് പി എൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റിന് പേര് തന്നിട്ടുണ്ടാവും പി എൻ ആണ് എന്ന്. അങ്ങനെ പി എൻ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണോ തെളിയിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് അതിന് നമ്മൾ പി എൻ എന്ന് പേര് കൊടുക്കാം. Now what is the second step? Prove that P of 1 is true. അതായത് n-ന് 1 വരുമ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ തന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് തെളിയിക്കാം. Now third is assume that P of k is true. അതായത് n-ന് k കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്താണോ റിസൾട്ട് കിട്ടുന്നത് അത് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. പ്രൂവ് ചെയ്യല്ല, we are only assuming that result. Now fourth step is using P of k prove that P of k plus 1 is true. നമ്മൾ P of k അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് P of k നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് P of k plus 1 ശരിയാണെന്ന് തെളിയിക്കാം. And the fifth step is conclude that P of n is true for all natural numbers. ഇത്രയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് തെളിയിക്കുമ്പോൾ അതിലുണ്ടാവേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്. ഓക്കെ, ഇനി നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രൂവ് ദാറ്റ് 1 + 3 + 5 + etc. + 2n - 1 = n². നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ അതേ റിസൾട്ടാണ്. ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ എന്താ വഴി എന്നുള്ള രീതിയിലല്ലേ നമ്മൾ തുടങ്ങി. ആ റിസൾട്ട് എങ്ങനെയാണ് ഈ മെത്തേഡ് ഉപയോഗിച്ച് തെളിയിക്കുക, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയാണെന്ന് തെളിയിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻസർ നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ പി എന്ന് പേര് കൊടുത്തിട്ടില്ല, നമുക്ക് തെളിയിക്കേണ്ടത് ഈ ഒരു ഇക്വേഷനാണ്.
അല്ലെ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇക്വേഷന് നമ്മൾ പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുന്നു. സോ ലെറ്റ് പി ഓഫ് എൻ എഴുതിയിട്ട് 2 ഡോട്ട് ഇടുക. എന്താണ് നമ്മൾ പി ഓഫ് എൻ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അതിന് നേരെ എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ലെറ്റ് പി ഓഫ് എൻ കോളൻ ഇടുക 1 + 3 + 5 + എക്സെട്ര + 2n - 1 = n². എന്താണോ തെളിയിക്കാൻ പറഞ്ഞത് ആ ഇക്വേഷനെ നമ്മൾ പി ഓഫ് എൻ എന്ന് പേര് കൊടുത്തു. ഇനി പി ഓഫ് 1 എന്താ കിട്ടുക നോക്കാം. അതിനെന്ത് ചെയ്യണം? ഈ ലാസ്റ്റ് ടേമില് എന്നിന് 1 കൊടുത്തു നോക്കുക. എന്താ കിട്ടുക? എന്നിന് 1 കൊടുത്തു നോക്കിയാൽ 2 × 1 - 1 ദാറ്റ് ഈസ് 2 - 1 = 1. 1 തൊട്ട് 1 വരെ എന്ന് പറയില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആകെ ഒരു ടേമേ ഉള്ളൂ ആൻഡ് ദാറ്റ് ഈസ് 1. സോ ദ റിസൾട്ട് ഈസ് 1. ലെഫ്റ്റ് സൈഡിൽ 1 മാത്രം = 1². പി ഓഫ് 1ൽ ഒരു ടേമേ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുള്ളൂ. പി ഓഫ് 2ൽ ലെഫ്റ്റിൽ 2 ടേംസ് ഉണ്ടാവും. പി ഓഫ് 3ൽ ലെഫ്റ്റിൽ 3 ടേംസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പി ഓഫ് 1ൽ ലെഫ്റ്റിൽ ഒരു ടേമേ ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 + 3 + 5 + എക്സെട്ര + 1 എഴുതിയാൽ അതിനൊരു മീനിങ്ങും ഇല്ല. ഓക്കെ, സോ വി ഹാവ് ഓൺലി 1 ടേം ഓൺ ദ ലെഫ്റ്റ് സൈഡ്. സോ ദാറ്റ് ഈസ് ദിസ് 1 = റൈറ്റിൽ എന്നിന് 1 കൊടുത്താൽ എന്താ കിട്ടുക? 1². ഇത് ശരിയാണോ എന്ന് നോക്കുക. 1 = 1². 1² എത്രയാണ്? 1 തന്നെയാണ് അല്ലെ? സോ 1 = 1 അല്ലെങ്കിൽ പി ഓഫ് 1 എന്ന ഇക്വേഷൻ ശരിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore പി ഓഫ് 1 is true. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്നിന് 1 കൊടുത്താൽ പി ഓഫ് എൻ ശരിയാണെന്ന് തെളിയിച്ചു. അതായത് പി ഓഫ് 1 is true എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാണ് ഇപ്പൊ ചെയ്തത്. Now the second step is assume that pk is true for some positive integer k. അതായത് എന്നിന് കെ കൊടുത്താൽ റിസൾട്ട് ശരിയാണെന്ന് അസ്യൂം ചെയ്യുക. എന്നിന് കെ കൊടുത്താൽ എന്താ കിട്ടുക? പി ഓഫ് എന്നില് 1 + 3 + 5 + എക്സെട്ര + 2k - 1 എന്നിന്റെ സ്ഥാനത്ത് കെ കൊടുക്കുക = k². പി ഓഫ് എന്നില് എന്നിന് കെ കൊടുത്താൽ എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ പി ഓഫ് കെ എന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുകയാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ + 1 ഈസ് ട്രൂ. അപ്പോൾ അത് എന്താണ് തെളിയിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് തെളിയിക്കേണ്ടത് എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ കാണിച്ചിട്ടുള്ളത്. എങ്ങനെ പി ഓഫ് കെ + 1 എഴുതുക? നമ്മൾ നേരത്തെ പി ഓഫ് കെ എങ്ങനെയാണ് എഴുതിയത്? പി ഓഫ് എന്നിൽ എന്നിന്റെ സ്ഥാനത്ത് കെ കൊടുത്തു. അതുപോലെ പി ഓഫ് കെ + 1 എഴുതാൻ എന്ത് ചെയ്യണം? പി ഓഫ് എൻ എന്ന സ്റ്റേറ്റ്മെന്റിൽ എൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കെ + 1 കൊടുക്കുക. സോ വി ഹാവ് പി ഓഫ് കെ + 1 ഈസ് എന്താണ്? 1 + 3 + 5 + എക്സെട്ര + ലാസ്റ്റിന് തൊട്ട് മുന്നത്തെ ടേം, അതായത് എന്നിന് കെ കൊടുക്കുമ്പോഴത്തെ ടേം എന്താണ്? 2k - 1. അത് കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്ത ടേം ആയിട്ടാണ് എന്നിന് കെ + 1 കൊടുക്കുമ്പോഴത്തെ ടേം വരിക. ബിക്കോസ് ഇഫ് കെ ഈസ് എ നാച്ചുറൽ നമ്പർ നമുക്കറിയാം അതിന്റെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ ആണ് എന്ത്? കെ + 1. അപ്പോ n = k വരുമ്പോഴത്തെ ടേം എന്താണോ അതിന് തൊട്ടടുത്ത ടേം ആണ് എന്ത്? എന്നിന് കെ + 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ടേം. അപ്പൊ അത് കിട്ടാൻ എന്ത് ചെയ്യണം? പി ഓഫ് എൻ നോക്കുക, എന്നിന്റെ സ്ഥാനത്ത് കെ + 1 കൊടുക്കുക. സോ 2n എന്നുള്ള സ്ഥാനമാണ് എങ്ങനെ എഴുതിയിട്ടുള്ളത്? 2 × k + 1. പിന്നെ ഇവിടെയുള്ള -1 അങ്ങനെ തന്നെ എഴുതി. Now what is the right side? എന്നിന് k + 1 കൊടുക്കുക. സോ ഇറ്റ് ഈസ് k + 1 whole square. ഇത് ശരിയാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. തെളിയിച്ചിട്ടില്ല. നമ്മൾ എന്താണ് തെളിയിക്കേണ്ടതെന്ന് എഴുതി വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് ഇത് തെളിയിക്കുക? അതൊരു ഇക്വേഷൻ അല്ലേ? അപ്പൊ ഈ ഇക്വേഷന്റെ LHS = RHS എന്നുള്ള രീതിയിൽ ഇതിനെ നമുക്ക് തെളിയിക്കണം. അപ്പൊ അതിന്റെ LHS ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ട ഇക്വേഷന്റെ LHS ആണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മള് പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. എന്താണ് പി ഓഫ് കെയിൽ പറഞ്ഞിട്ടുള്ളത്? 1 തൊട്ട് 2k - 1 വരെയുള്ള നമ്പേഴ്സിന്റെ സം k² ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 1 തൊട്ട് 2k - 1 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇത്രയും ഭാഗം അല്ലെ? 1 തൊട്ട് ഇത്രയും ഭാഗം. അതിന് പകരം നമുക്ക് പി കെ ഉപയോഗിച്ചിട്ട് എന്ത് എഴുതാം? k² എന്ന് എഴുതാം. സോ എന്തായി? നമുക്ക് ഇത്രയും ടേംസിന് പകരം പി കെ ഉപയോഗിച്ച് k² എന്ന് എഴുതി. പിന്നെ ബാക്കിയുള്ള ഈ ഒരു ടേം, ആ ഒരു ടേമിനെ 2 ഉള്ളിലേക്ക് എടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ കിട്ടുക? 2 × k ദാറ്റ് ഈസ് 2k + 2 × 1 ഈസ് 2. പിന്നെ ഈ ഉള്ള -1 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇനി what is 2k + 2 - 1? +2ഉം -1ഉം ചേർത്താൽ നമുക്കറിയാം +1 ആണ്. സോ ദിസ് ബിക്കംസ് k² + 2k + 1 ആയി.
And what is k square plus 2k plus 1? That is the expansion of k plus 1 whole square. അല്ലേ? അപ്പൊ നോക്കൂ, നമ്മൾ പി കെ പ്ലസ് വണ്ണിന്റെ LHSൽ നിന്ന് തുടങ്ങി അവിടെ പി കെ ന്റെ റിസൾട്ട് അപ്ലൈ ചെയ്തു, എന്നിട്ട് അതിനെ പി കെ പ്ലസ് വണ്ണിന്റെ RHSലേക്ക് കണക്ട് ചെയ്തു. അല്ലെ? അപ്പൊ LHS ഈക്വൽ ടു RHS എന്നുള്ള പോലെ ഇവിടെ കിട്ടിയിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? Therefore P of k plus 1 is true whenever pk is true എന്നാണ് നമ്മളിപ്പോൾ തെളിയിച്ചത്. ഓക്കെ, ഇനി അതുകൊണ്ടോ therefore Pn is true for all natural numbers. അതിന് പകരമാണ് for all n in capital എന്ന് എഴുതിയത്. Next question. Prove that 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2 for all natural numbers n. അപ്പോൾ ഇവിടെയും നേരത്തെ ചെയ്ത പോലെ സ്റ്റെപ്സ് ഒക്കെ എല്ലാ പ്രോബ്ലത്തിനും സെയിം ആണ്. പക്ഷെ നമുക്ക് തരുന്ന ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയറിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം, അത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ ആദ്യം തന്നെ പേര് കൊടുക്കുന്നു. ലെറ്റ് പി ഓഫ് എൻ 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2. നമുക്ക് എന്താണോ തെളിയിക്കേണ്ടത് അതിനെയാണ് നമ്മൾ പി എൻ എന്ന് പേര് കൊടുക്കുന്നത്. ഇനി ആദ്യത്തത് പി ഓഫ് 1. എന്താ പി ഓഫ് 1 കിട്ടുക? പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ ഒരു ടേമേ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും സെയിം ആണോ എന്നറിയാൻ ഈ ജനറൽ ടേം, അതായത് ലാസ്റ്റ് ടേമിൽ എന്നിന് 1 കൊടുത്തു നോക്കുക. അപ്പൊ എന്താ കിട്ടുക? 3 raised to 1 minus 1 എന്ന് പറഞ്ഞാൽ 3 raised to 0 എന്നാണ്. 3 raised to 0ന്റെ വാല്യൂ 1 ആണ്. അല്ലെ? അപ്പൊ 1 തൊട്ട് 1 വരെ എന്ന് പറയില്ല. അതിനർത്ഥം എന്താണ്? വി ഹാവ് ഓൺലി 1 ടേം ഓൺ ദ ലെഫ്റ്റ് സൈഡ്. പി ഓഫ് എൻ ആവുമ്പോൾ ലെഫ്റ്റിലെ n ടേംസ്. സോ പി ഓഫ് 1 ആവുമ്പോൾ വി ഹാവ് ഓൺലി 1 ടേം ഓൺ ദ ലെഫ്റ്റ് സൈഡ്. സോ 1 is equal to റൈറ്റില് എന്നിന് 1 കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? 3 raised to 1 എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്തു, മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇതാണ് അതിന്റെ RHS, പി ഓഫ് 1ന്റെ RHS. RHS എന്ന് പറയുന്നത് 3 minus 1 2 by 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അല്ലെ? 1 തന്നെയാണ് നമ്മുടെ LHSഉം. സോ പി ഓഫ് 1ന്റെ RHS ഈക്വൽ ടു LHS എന്ന് നമ്മൾ തെളിയിച്ചു. Therefore P of 1 is true. Now assume that P of k is true. Okay, ഫസ്റ്റ് സ്റ്റെപ്പ് P of 1 is true ആണ്. സെക്കൻഡ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു അസംഷൻ ആണ്, പ്രൂഫ് അല്ല. ഇറ്റ് ഈസ് ഓൺലി ആൻ അസംഷൻ. അസ്യൂം ദാറ്റ് പി കെ ഈസ് ട്രൂ. ഇനി എന്താണ് പി കെ? അതായത് എന്താണ് നമ്മൾ ശരിയാണെന്നും പറഞ്ഞു വെക്കുന്ന റിസൾട്ട്? 1 plus 3 plus 3 square plus etc. plus 3 raised to k minus 1 equal to 3 raised to k minus 1 by 2. പി ഓഫ് എന്നില് എന്നിന്റെ സ്ഥാനത്ത് k കൊടുത്താൽ കിട്ടുന്നതാണ് പി ഓഫ് കെയുടെ സ്റ്റേറ്റ്മെന്റ്. സോ ദിസ് ഇസ് അവർ പി ഓഫ് കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് കെ പ്ലസ് 1 തെളിയിക്കണം. അപ്പൊ എന്താണ് പി ഓഫ് കെ പ്ലസ് 1 എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. എന്താ പി ഓഫ് കെ പ്ലസ് 1? 1 plus 3 plus 3 square plus etc. plus ഇതാണ് കെ ആവുമ്പോഴത്തെ റിസൾട്ട്, ഇതിന്റെ തൊട്ടടുത്തിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പവേഴ്സ് നോക്കിയാൽ തന്നെ അറിയാം, ഓരോന്നോരോന്ന് കൂടുകയാണ് അല്ലെ? അപ്പൊ കെ മൈനസ് 1ന്റെ കൂടെ ഒന്നുകൂടി എന്താ കിട്ടുക? കെ കിട്ടും. സോ ദ നെക്സ്റ്റ് ടേം ഈസ് 3 raised to k. ആ സീക്വൻസ് അവിടെ ഫോളോ ചെയ്യുന്നു. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്നിന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. അപ്പൊ 3 raised to k plus 1 minus 1 by 2. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് തെളിയിക്കേണ്ടതെന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, തെളിയിച്ചിട്ടില്ല. തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ പി ഓഫ് കെ പ്ലസ് 1ന്റെ LHS ഈക്വൽ ടു പി ഓഫ് കെ പ്ലസ് 1ന്റെ RHS എന്ന് തെളിയിക്കണം. സോ ലെറ്റ് us check. 1 plus 3 plus etc. plus 3 raised to k minus 1 plus 3 raised to k. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് ടേം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലാസ്റ്റിന് തൊട്ട് മുന്നത്തെ ടേമും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അതായിരിക്കും പി കെയുടെ റിസൾട്ടിൽ വരുന്ന ലാസ്റ്റ് ടേം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അറിയാവുന്നത്? വി ഹാവ് ദ റിസൾട്ട് പി കെ. പി കെയിൽ എന്താ പറയുന്നത്? 1 plus 3 plus etc. plus 3 raised to k minus 1ന്റെ റിസൾട്ട് ഇതാണ്. അപ്പോ 1 തൊട്ട് 3 raised to k minus 1 വരെയുള്ള ഇത്രയും ടേംസിന്റെ സമ്മിന് പകരം നമുക്ക് ഈ റിസൾട്ട് കൊടുക്കാം. നമ്മൾ അസ്യൂം ചെയ്ത പി കെയുടെ റിസൾട്ട് അല്ലെ? അപ്പൊ എന്താ കിട്ടുക? 3 raised to k minus 1 by 2. അപ്പൊ ഇത്രയും വരെയുള്ള ടേം ആയി. പിന്നെ എക്സ്ട്രാ ഉള്ള ഒരു ടേം പ്ലസ് 3 raised to k അങ്ങനെ തന്നെ എഴുതി.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ടേമിനെയും ചേർക്കണം. അതായത് ബൈ 2 എന്നുള്ളത് കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട് മാറ്റണം. ഇപ്പൊ ഈ ടേമിന് മാത്രമേ ബൈ 2 ഉള്ളൂ അല്ലെ. അപ്പൊ ചേർത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 3k - 1 പ്ലസ് ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 2 × 3k the whole divided by 2. Now simplify the numerator. നോക്കൂ, ഒരു 3k ഉണ്ട്, രണ്ട് 3k ഉണ്ട്. അപ്പൊ ആകെ എത്ര 3k കിട്ടും? We have 3k. So that is 3 × 3k. ഈ -1 അങ്ങനെ തന്നെ എഴുതി by 2. Now we know that 3 means 3:1. So 3:1 × 3k എന്നാണ് ഈ ടേം അല്ലെ. നമുക്കറിയാം എക്സ്പോണൻസിന്റെ റൂൾസ് പ്രകാരം ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ആ ടേം എങ്ങനെ വരും? ഇറ്റ് ഈസ് 3k + 1 - 1/2. അപ്പൊ നമ്മൾ RHSലെത്തിയില്ലേ? P(k + 1)ന്റെ LHSൽ നിന്ന് തുടങ്ങി P(k)യുടെ റിസൾട്ട് അപ്ലൈ ചെയ്തു, സിംപ്ലിഫൈ ചെയ്ത് അതിനെ P(k + 1)ന്റെ RHSൽ എത്തിച്ചു. Therefore pk + 1 is true. Hence Pn is true for all natural numbers n. Next question. Prove that 1 × 2 × 3 plus 2 × 3 × 4 plus etc. plus n × n + 1 × n + 2 equal to n × n + 1 × n + 2 × n + 3 divided by 4 for all natural numbers n. So here also നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷൻ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയാണെന്ന് തെളിയിക്കണം. So let us move to our answer. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണോ തെളിയിക്കേണ്ടത് അതിനെ P(n) എന്ന് പേര് കൊടുക്കുന്നു. So let P(n) 1 × 2 × 3 plus 2 × 3 × 4 plus etc. plus n × n + 1 × n + 2 equal to n × n + 1 × n + 2 × n + 3 divided by 4. അതായത് എന്താണോ നമുക്ക് തെളിയിക്കേണ്ടത് ആ ഇക്വേഷനെ നമ്മൾ Pn എന്ന് പേര് കൊടുത്തു. Now what is the next step? നമുക്കറിയാം ഇൻഡക്ഷനിൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് n = 1ന് നമ്മുടെ റിസൾട്ട് ശരിയാണെന്ന് തെളിയിക്കണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു പ്രൂവ് P(1). അപ്പം നമുക്ക് നോക്കാം എന്താണ് P(1). P(1) മീൻസ് എന്നിൻ്റെ സ്ഥാനത്ത് ഈ ലാസ്റ്റ് ടേമിൽ എൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ എന്ത് കിട്ടുന്നു ശ്രദ്ധിച്ചാൽ മതി. 1 × 1 + 1 × 1 + 2 that is 1 × 2 × 3. That is the last term and that is also the first term. That means we have only one term on the LHS. P(1) means we have only one term on the LHS. P(n) means we have n terms on the LHS. Okay, so P(1) in the left side 1 × 2 × 3 equal to. Now what will be the right side? RHS. n ന് 1 RHSലും കൊടുക്കുക. So 1 × 1 + 1 × എൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ അടുത്ത ടേം 1 + 2 × 1 + 3 divided by 4. ഇതാണ് P(1) എന്ന സ്റ്റേറ്റ്മെന്റ്. Now we have to prove that this equation is true. അതിന് ഈ ലെഫ്റ്റ് സൈഡിൽ 1 × 2 × 3 നമുക്കത് 6 ആണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ റൈറ്റ് സൈഡും 6 ആണെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, സോ വാട്ട് ഈസ് ദ RHS? RHS ഈസ് 1 × 1 + 1 that is 2 × 1 + 2 that is 3 × 1 + 3 that is 4 divided by 4. So what happens? 4 and 4 cancels. 1 × 2 × 3 ആണ് ബാക്കിയുള്ളത് and the value is 6. 6 is the same as our RHS. So we have proved that P(1) is true. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസംഷൻ ആണ്. Assume that P(k) is true. ഇനി എങ്ങനെയാണ് P(k) എന്ന റിസൾട്ട് കിട്ടുക? P(k) കിട്ടാൻ we have to put n = k in our statement. So we will get P(k) as 1 × 2 × 3 plus 2 × 3 × 4 plus etc. plus n ന് k കൊടുക്കുക. So the last term will be k × k + 1 × k + 2 equal to റൈറ്റ് സൈഡിലും n ന് പകരം k കൊടുക്കുക. So എന്താ കിട്ടുക? k × k + 1 × k + 2 × k + 3 divided by 4. P(n)ൽ n-ന്റെ സ്ഥാനത്ത് k കൊടുത്താൽ കിട്ടുന്നതാണ് P(k) എന്ന സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. ഇനി എന്തിനാണ് ഇത് എഴുതി വെച്ചത്? ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ P(k + 1) തെളിയിക്കേണ്ടത്. സോ ലെറ്റ് us move to the next step. എന്താണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്?
അടുത്ത നമുക്ക് ചെയ്യേണ്ടത് we have to prove that p of k plus 1. We have to prove p of k plus 1. And what is p of k plus 1? 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus ഇത് പി കെയിലെ ലാസ്റ്റ് ടേം ആണ്. n ഈക്വൽ ടു കെ കൊടുക്കുമ്പോൾ കിട്ടുന്നത് k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇനി n ഈക്വൽ ടു കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? അതാണ് നമ്മുടെ ലാസ്റ്റ് ടേം അല്ലേ. സോ ഈ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 ആവും. കെ പ്ലസ് 1ൻ്റെ സ്ഥാനത്ത് 1 കൂടുതൽ കെ പ്ലസ് 2 ആവും. കെ പ്ലസ് 2ൻ്റെ സ്ഥാനത്ത് അതിനേക്കാൾ 1 കൂടുതൽ കെ പ്ലസ് 3 ആവും. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ടേം ഓഫ് LHS ഇൻ പി ഓഫ് കെ പ്ലസ് 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡിലും അതെ പി ഓഫ് എന്നിൻ്റെ റൈറ്റ് സൈഡ് നോക്കുക, എൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുക്കുക. സോ n ഇൻറ്റു അതിന് പകരം കെ പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 ആയിരുന്നു, ആ എന്നിൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1. സോ കെ പ്ലസ് 1 പ്ലസ് 1. അടുത്തത് n പ്ലസ് 2, അതിന് പകരം കെ പ്ലസ് 1 പ്ലസ് 2. ആൻഡ് ദ നെക്സ്റ്റ് ടേം വാസ് n പ്ലസ് 3, അതിന് പകരം കെ പ്ലസ് 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഇക്വേഷൻ തെളിയിക്കുക? നമുക്ക് ഇത്രേ ചെയ്യേണ്ടു, ഈ ഇക്വേഷൻ്റെ LHS ഈക്വൽ ടു ഈ ഇക്വേഷൻ്റെ RHS എന്ന് തെളിയിക്കണം. സോ ലെറ്റ് us സ്റ്റാർട്ട് ഫ്രം ദ LHS. LHSൽ നമുക്ക് പി കെയുടെ റിസൾട്ട് അസ്യൂം ചെയ്യാം. എന്തായിരുന്നു പി കെയുടെ റിസൾട്ട് എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ പി കെയുടെ ഇക്വേഷനിൽ എഴുതി വെച്ചിരുന്നത് അല്ലേ. ആ പി കെയുടെ റിസൾട്ട് ഇത്രയും ടേംസ് വരെ ഉള്ളതിന് നമ്മൾ എഴുതി. ഇനി ബാക്കി എന്താ ഉള്ളത്? ഈ ഒരു ടേം എക്സ്ട്രാ ഉണ്ട്, ആ ഒരു ടേമിനെ അതേപോലെ തന്നെ എടുത്തെഴുതാം. സോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 വരെ പി കെക്ക് നമ്മൾ അസ്യൂം ചെയ്ത റിസൾട്ട് അവിടെ കൊടുത്തു. പ്ലസ് പി കെ പ്ലസ് 1ൽ അടുത്ത ടേം LHSൽ എക്സ്ട്രാ ഉണ്ടായിരുന്ന ഒരു ടേമിനെ അതേപോലെ ഇങ്ങോട്ട് എടുത്തെഴുതി. ഇനി ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഈ RHSലേക്ക് എത്തിക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കൂ, നമുക്ക് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക? വി ഹാവ് സോ മെനി കോമൺ ഫാക്ടേഴ്സ് ഹിയർ അല്ലേ. കെ പ്ലസ് 1 ഉണ്ട്, കെ പ്ലസ് 2 ഉണ്ട്, കെ പ്ലസ് 3 ഉണ്ട്. സോ നമുക്കത് മൂന്നും പുറത്തെടുക്കാം. നൗ വാട്ട് ഈസ് ദ റിമൈനിങ് ടേംസ്? ഇതിൽ 3 പുറത്തെടുത്തു, കെ ബൈ 4 ആണ് അതിൽ ബാക്കിയുള്ളത്. പ്ലസ് ഈ 3 ടേമും കോമൺ ഫാക്ടറായിട്ട് പുറത്തു വന്നു, അപ്പോൾ അവിടെ ബാക്കിയുള്ളത് 1. ആൻഡ് യു കമ്പൈൻ ദീസ് 2 ടേംസ്. അപ്പോൾ എന്താ കിട്ടുക? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 4, 1 ഇൻറ്റു 4 ആവും, ഡിവൈഡഡ് ബൈ 4. Okay, now we can write k plus 1 as itself. K plus 2 can be written as k plus 1 plus 1. K plus 3 can be written as k plus 1 plus 2. K plus 4 can be written as k plus 1 plus 3. അപ്പോൾ എന്ത് കിട്ടി? ഈ RHS എന്താണോ അതേപോലെ തന്നെ നമ്മുടെ RHS കിട്ടി. ബൈ 4 അങ്ങനെ തന്നെയുണ്ട്. ക്ലിയർ? സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് LHS ഈക്വൽ ടു RHS. Therefore P of k plus 1 is true and therefore P of n is true for all natural numbers. Next question, prove that 1 by 3 into 5 plus 1 by 5 into 7 plus 1 by 7 into 9 plus etc. plus 1 by 2n plus 1 into 2n plus 3 equal to n by 3 into 2n plus 3 for all natural numbers. നേരത്തെ ഒക്കെ നമ്മൾ ചെയ്ത പോലെ ഇതൊരു ഇക്വേഷൻ തന്നെയാണ്. ഈ ഇക്വേഷൻ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയാണെന്ന് നമുക്ക് തെളിയിക്കണം. ഓക്കെ, സോ ലെറ്റ് us മൂവ് ടു ദ ആൻസർ. ആദ്യം തന്നെ ആ ഇക്വേഷൻ എന്താണോ തെളിയിക്കേണ്ടത് അതിന് പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുന്നു. നൗ അടുത്തതായിട്ട് പി ഓഫ് 1. പി ഓഫ് 1 മീൻസ് വി ഹാവ് ഓൺലി 1 ടേം ഓൺ ദ LHS, ദാറ്റ് ഈസ് 1 by 3 into 5 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ 1 by 3 into ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ 2 into 1 plus 3. ഇത് ശരിയാണോ എന്ന് അറിയണം അല്ലേ. ഇത് എത്രയാണെന്ന് നമുക്ക് ക്ലിയർ ആണ്. ദിസ് ഇസ് 1 by 15. ഇതും 1 by 15 ആണോ എന്ന് അറിഞ്ഞാൽ പോരെ. സോ RHS ഈക്വൽ ടു എന്താ വരിക? 1 by 3 into this value is 5 അല്ലേ. 2 plus 3 ആണിത്. സോ ദാറ്റ് ഈസ് 5 ആൻഡ് 1 by 3 into 5 തന്നെയാണ് നമ്മുടെ LHS അല്ലേ. അപ്പോൾ P of 1ൻ്റെ RHS ഈക്വൽ ടു LHS എന്ന് തെളിയിച്ചു. Therefore P of 1 is true. Next step is assume that P of k is true. And what is P of k?
1/3 into 5 plus 1/5 into 7 plus etc. plus ഈ n-ന്റെ സ്ഥാനത്ത് k കൊടുക്കുക. So it is 1/2k plus 1 into 2k plus 3 equal to right സൈഡിലും n-ന് പകരം k. So we have k/3 into 2k plus 3. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന റിസൾട്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് പി കെയിലെ ഫസ്റ്റ് ടേം തൊട്ട് ഈ ടേം വരെയുള്ളതിന് നമുക്ക് എന്ത് കൊടുക്കാം? k/3 into 2k plus 3 എന്ന് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? പി ഓഫ് കെ പ്ലസ് 1 തെളിയിക്കണം. അതിനാദ്യം എന്താണ് പി ഓഫ് കെ പ്ലസ് 1 എന്ന് നമുക്ക് ഒന്ന് എഴുതി വെച്ചാൽ നല്ലതാണ്. എവിടുന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം നമുക്കറിയാൻ പറ്റും. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 1/3 into 5 plus 1/5 into 7 plus etc. plus ഇത് kth ടേം ആണ്. 1/2k plus 1 into 2k plus 3 പ്ലസ് തൊട്ടടുത്ത ടേം കൂടെ എഴുതണം. k കഴിഞ്ഞ് തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ ആണ് k plus 1. അപ്പോൾ തൊട്ടടുത്ത ടേം എഴുതാൻ എന്ത് ചെയ്താൽ മതി? ഈ ടേമിൽ കെയുടെ സ്ഥാനത്ത് k plus 1 കൊടുത്താൽ മതി. സോ വി ഹാവ് 1/2 into കെക്ക് പകരം k plus 1 ഈ പ്ലസ് 1 അതേപോലെ എടുത്തെഴുതി പ്ലസ് ഇൻറ്റു ഡിനോമിനേറ്ററിൽ അടുത്ത ടേം എന്താ? 2 into കെയുടെ സ്ഥാനത്ത് k plus 1 plus 3 അതുപോലെ തന്നെ എഴുതി. നൗ റൈറ്റ് സൈഡിലും എന്ത് ചെയ്യണം? കെക്ക് പകരം k plus 1 കൊടുക്കുക. സോ k plus 1 divided by 3 into 2 into k plus 1 plus 3 2k plus 3 അല്ലെങ്കിൽ 2n plus 3 എന്നുള്ളതിന് പകരമാണ് n-ന്റെ സ്ഥാനത്ത് k plus 1 ഓർ കെയുടെ സ്ഥാനത്ത് k plus 1 ഏതാണോ ഓർക്കാൻ എളുപ്പം ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ LHSൽ നിന്ന് നമ്മൾ തുടങ്ങാം. LHSൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ടേം തൊട്ട് ഇതുവരെയായിരുന്നു പി കെയുടെ റിസൾട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ടേംസിന് പകരം ആദ്യം തൊട്ട് ഇതുവരെയുള്ള ടേമിന് പകരം വി ക്യാൻ റൈറ്റ് k/3 into 2k plus 3 പ്ലസ് ഇവിടെയുള്ള എക്സ്ട്രാ വന്ന ഒരു ടേം മാത്രം എടുത്ത് എഴുതാണ്. സോ വാട്ട് ഈസ് ദാറ്റ്? 1/ ഈ 2നെ ഉള്ളിലേക്ക് എടുക്കുക. സോ വി ഹാവ് 2k plus 2 plus 1 പ്ലസ് 2ഉം പ്ലസ് 1ഉം ചേർന്നാൽ എത്രയാണ്? പ്ലസ് 3. അതുപോലെ ഇവിടെ 2k പ്ലസ് 2ഉം പ്ലസ് 3യും. സോ വി ഹാവ് 2k plus 5. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഈ RHSലേക്ക് എത്തിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കൂ. ഇവിടെയും നമുക്ക് കോമൺ ഫാക്ടർ ഉണ്ട്. വാട്ട് ഈസ് ദ കോമൺ ഫാക്ടർ? ഡിനോമിനേറ്ററിൽ 2k plus 3 കോമൺ ആണ്. അപ്പോൾ നമുക്ക് അതിനെ അങ്ങ് പുറത്തെടുക്കാം. 1/2k plus 3 പുറത്തെടുക്കുക. ബാക്കി ഇതിൽ k/3. ഇവിടെ ബാക്കിയുള്ളത് എന്താ? 1/2k plus 5. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണം കൂടെ ചേർക്കണം അല്ലേ? അപ്പോൾ എങ്ങനെ വരും? കോമൺ ഫാക്ടർ പുറത്ത് തന്നെ ഉണ്ട്. k into 2k plus 5 plus 3 into 1 that is 3 divided by the common denominator that is 3 into 2k plus 5. Now simplifying that പുറത്തുള്ള ടേം അങ്ങനെ തന്നെ ഉണ്ട്. ഈ kനെ ഉള്ളിലേക്ക് എടുക്കുക. So we have 2k square plus 5k plus 3 divided by 3 into 2k plus 5. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്താണ് ആൻസറിലേക്ക് വേണ്ടത്? k plus 1/3 into 2k plus 5 ആണ് ആൻസറിൽ വേണ്ടത് അല്ലേ? ഇതല്ലേ RHS? ഈ 2ഉം ഈ 3യും ചേർന്നാൽ നമുക്ക് ഇവിടെ വരാൻ പോകുന്ന ടേം 2k plus 5 ആണ്. നമുക്ക് ഓൾറെഡി 3 into 2k plus 5 ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ടേം ശരിക്കും പറഞ്ഞാൽ RHSൽ ആവശ്യമില്ല അല്ലേ? ഡിനോമിനേറ്ററിൽ ഈ പുറത്തെടുത്ത ടേം നമ്മുടെ RHSൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് ക്യാൻസലായിട്ട് പോകണം. ഇത് ക്യാൻസലായിട്ട് പോകണമെങ്കിൽ ഇനി ഇവിടെ ഒരൊറ്റ വഴിയുള്ളൂ. ന്യൂമറേറ്ററിൽ 2k plus 3 വരണം. അങ്ങനെയാണെങ്കിൽ അതും ഇതും തമ്മിൽ കട്ട് ചെയ്തോളൂ. ശരിയല്ലേ? ഇനി ന്യൂമറേറ്ററിൽ നമുക്ക് ആവശ്യമുള്ള ടേം ഏതാ നോക്കൂ. ഇറ്റ് ഈസ് k plus 1. അതിവിടെ ഡയറക്റ്റ്ലി കാണുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് ഇതൊരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ അല്ലേ? ഇതിൻ്റെ രണ്ട് ഫാക്ടേഴ്സിൽ ഒരെണ്ണം 2k plus 3 ആയിരിക്കും. ബിക്കോസ് അത് ക്യാൻസൽ ചെയ്ത് പോകണം. പിന്നെ ഒരെണ്ണം ഏതായിരിക്കും? k plus 1 ആയിരിക്കും. കാരണം നമുക്ക് അങ്ങനെ ഒരു ടേം ഇവിടെ ആവശ്യമുണ്ട് അല്ലേ? സോ ലെറ്റ് us write like that 1/2k plus 3 into 2k square plus 5k plus 3 divided by ഇത് റിപ്പീറ്റ് ചെയ്ത് പോയി. ഓക്കെ, സെയിം സ്റ്റെപ്പാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. നൗ സിംപ്ലിഫൈ ചെയ്താൽ 1/2k plus 3 into നേരത്തെ പറഞ്ഞ പോലെ ഇത് കട്ട് ചെയ്ത് പോകണമെങ്കിൽ ആ ഒരു ഫാക്ടർ മേലെ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു ഫാക്ടർ എന്താണ്? ഈ 2k plus 3 ആണ്. പിന്നെ നമുക്ക് k plus 1 ആണ് ആവശ്യമുള്ളത്. അപ്പോൾ മറ്റത് മിക്കവാറും k plus 1 ആയിരിക്കും. ഇനി ഒന്ന് തിരിച്ച് നോക്കിയാൽ മതി ഇത് ശരിയാണോ എന്ന് അറിയാൻ. നോക്കൂ, 2 into k
2k ഇൻറ്റു k ദാറ്റ് ഈസ് 2k സ്ക്വയർ. 2k ഇൻറ്റു 1 2k കിട്ടും, പ്ലസ് 3k 2k പ്ലസ് 3k. അപ്പോൾ ഈ 5k അവിടെ കിട്ടും. പിന്നെ ഉള്ളത് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് 3. അപ്പോൾ ഇത് ശരിയാണ്. ഇനി നോക്കൂ, ഈ 2k പ്ലസ് 3യും ഈ 2k പ്ലസ് 3യും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് എന്താ? k പ്ലസ് 1/3 ഇൻറ്റു 2k പ്ലസ് 5. ഇനി അതല്ലേ നമ്മുടെ RHS. നോക്കൂ, ഈ RHSന്റെ ടേം അത് തന്നെയല്ലേ? 2k plus 2 plus 3 is the same as 2k plus 5. So we have proved that LHS equal to RHS. Therefore P of k plus 1 is true. Therefore Pn is true for all natural numbers. So ഇത്രയും ക്വസ്റ്റ്യൻസ് ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും എങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്തു പഠിക്കാം. ഓക്കെ.